എല്ലാവർക്കും നമസ്കാരം. ഓം ബ്രഹ്മത്തിൻ്റെ ഒരാഴ്ചത്തെ പഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 17 മുതലുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറയുന്നത്. മാർച്ച് 17 കൊല്ലവർഷം 1200 മീനം 3. തിഥി കൃഷ്ണപക്ഷ തൃതീയയും കൃഷ്ണപക്ഷ ചതുർത്ഥിയും കൂടിയാണ് വരുന്നത്. മാർച്ച് 16 4:58 PM മുതൽ മാർച്ച് 17 7:33 PM വരെ കൃഷ്ണപക്ഷ തൃതീയയും അതിനുശേഷം മാർച്ച് 18 10:09 PM വരെ ചതുർത്ഥിയും ആണ്. നക്ഷത്രം ചിത്രയും ചോതിയുമാണ് വരുന്നത്. മാർച്ച് 16 11:45 AM മുതൽ മാർച്ച് 17 2:47 PM വരെ ചിത്രയും അതിനുശേഷം മാർച്ച് 18 5:51 PM വരെ ചോതിയും ആണ്. മാർച്ച് 17 തിങ്കളാഴ്ചയാണ്. സൂര്യോദയം 6:31 AM സൂര്യാസ്തമയം 6:29 PM ആണ്. ചന്ദ്രോദയം മാർച്ച് 17 8:52 PM ചന്ദ്രാസ്തമയം മാർച്ച് 18 8:51 AM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 8:01 AM മുതൽ 9:30 AM വരെയും യമകണ്ഠകാലം 11 AM മുതൽ 12:30 PM വരെയും ഗുളികകാലം 2 PM മുതൽ 3:30 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:06 PM മുതൽ 12:54 PM വരെയും അമൃതകാലം 7:37 AM മുതൽ 9:25 AM വരെയും ബ്രഹ്മമുഹൂർത്തം 4:54 AM മുതൽ 5:42 AM വരെയുമാണ്. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ തുലാത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യരാശി മീനവും ചന്ദ്രരാശി തുലാം ആണ്. മാർച്ച് 18 കൊല്ലവർഷം 1200 മീനം 4. തിഥി കൃഷ്ണപക്ഷ ചതുർത്ഥിയും കൃഷ്ണപക്ഷ പഞ്ചമിയും ചേർന്ന് വരുന്നു. മാർച്ച് 17 7:33 PM മുതൽ മാർച്ച് 18 10:09 PM വരെ ചതുർത്ഥിയും ശേഷം മാർച്ച് 20 12:37 AM വരെ പഞ്ചമിയും ആണ്. നക്ഷത്രം ചോതിയും വിശാഖവും വരുന്നുണ്ട്. മാർച്ച് 17 2:47 PM മുതൽ മാർച്ച് 18 5:51 PM വരെ ചോതിയും ശേഷം മാർച്ച് 19 8:50 PM വരെ വിശാഖവും ആണ്. മാർച്ച് 18 ചൊവ്വാഴ്ചയാണ്. സൂര്യോദയം 6:30 AM സൂര്യാസ്തമയം 6:29 PM ആണ്. ചന്ദ്രോദയം മാർച്ച് 18 9:38 PM ചന്ദ്രാസ്തമയം മാർച്ച് 19 9:33 AM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 3:29 PM മുതൽ 4:59 PM വരെയും യമകണ്ഠകാലം 9:30 AM മുതൽ 11 AM വരെയും ഗുളികകാലം 12:30 PM മുതൽ 2 PM വരെയും ആണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:06 PM മുതൽ 12:54 PM വരെയും അമൃതകാലം 6:16 AM മുതൽ 10:04 AM വരെയും ബ്രഹ്മമുഹൂർത്തം 4:53 AM മുതൽ 5:41 AM വരെയും ആണ്. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ തുലാത്തിലും ആണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സൂര്യരാശി മീനവും ചന്ദ്രരാശി തുലാവും ആണ്. മാർച്ച് 19 കൊല്ലവർഷം 1200 മീനം 5. തിഥി കൃഷ്ണപക്ഷ പഞ്ചമിയും കൃഷ്ണപക്ഷ ഷഷ്ടിയുമാണ് വരുന്നത്. കൃഷ്ണപക്ഷ പഞ്ചമി മാർച്ച് 18 10:09 PM മുതൽ മാർച്ച് 20 12:37 AM വരെയാണ് ഉള്ളത്. ഷഷ്ടി മാർച്ച് 20 12:37 AM മുതൽ മാർച്ച് 21 2:45 AM വരെയാണ് ഉള്ളത്. നക്ഷത്രം വിശാഖവും അനിഴവുമാണ് വരുന്നത്. മാർച്ച് 18 5:51 PM മുതൽ മാർച്ച് 19 8:50 PM വരെ വിശാഖവും ശേഷം മാർച്ച് 20 11:31 PM വരെ അനിഴവും ആണ്. ബുധനാഴ്ചയാണ്. സൂര്യോദയം 6:30 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മാർച്ച് 19 10:27 PM ചന്ദ്രാസ്തമയം മാർച്ച് 20 10:18 AM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം
12:29 മുതൽ 1:59 വരെയും യമകണ്ഠകാലം 8 മുതൽ 9:30 വരെയും ഗുളികകാലം 11 മുതൽ 12:29 വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അമൃതകാലം 10:55 മുതൽ 12:43 വരെയും ബ്രഹ്മമുഹൂർത്തം 4:53 മുതൽ 5:41 വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തം ഇല്ല. സൂര്യരാശി മീനവും ചന്ദ്രരാശി 2:06 വരെ തുലാവും ശേഷം വൃശ്ചികവും ആണ്. മാർച്ച് 20 കൊല്ലവർഷം 1200 മീനം 6. തിഥി കൃഷ്ണപക്ഷ ഷഷ്ഠിയും കൃഷ്ണപക്ഷ സപ്തമിയുമാണ്. മാർച്ച് 20 12:37 മുതൽ മാർച്ച് 21 2:45 വരെ ഷഷ്ഠിയും ശേഷം മാർച്ച് 22 4:24 വരെ സപ്തമിയും ആണ്. നക്ഷത്രം അനിഴവും തൃക്കേട്ടയുമാണ് വരുന്നത്. മാർച്ച് 19 8:50 മുതൽ മാർച്ച് 20 11:31 വരെ അനിഴവും ശേഷം മാർച്ച് 22 1:45 വരെ തൃക്കേട്ടയും ആണ്. മാർച്ച് 20 വ്യാഴാഴ്ചയാണ്. സൂര്യോദയം 6:29 സൂര്യാസ്തമയം 6:29 ചന്ദ്രോദയം മാർച്ച് 20 11:19 ചന്ദ്രാസ്തമയം മാർച്ച് 21 11:07 ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 1:59 മുതൽ 3:29 വരെയും യമകണ്ഠകാലം 6:29 മുതൽ 7:59 വരെയും ഗുളികകാലം 9:29 മുതൽ 10:59 വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:05 മുതൽ 12:53 വരെയും അമൃതകാലം 11:57 മുതൽ 1:44 വരെയും ബ്രഹ്മമുഹൂർത്തം 4:52 മുതൽ 5:40 വരെയുമാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി വൃശ്ചികവും ആണ്. മാർച്ച് 21 കൊല്ലവർഷം 1200 മീനം 7. തിഥി കൃഷ്ണപക്ഷ സപ്തമിയാണ് വരുന്നത്. മാർച്ച് 21 2:45 മുതൽ മാർച്ച് 22 4:24 വരെ കൃഷ്ണപക്ഷ സപ്തമിയാണ്. നക്ഷത്രം തൃക്കേട്ടയാണ് വരുന്നത്. മാർച്ച് 20 11:31 മുതൽ മാർച്ച് 22 1:45 വരെ തൃക്കേട്ടയാണ് ഉള്ളത്. വെള്ളിയാഴ്ചയാണ്. സൂര്യോദയം 6:29 സൂര്യാസ്തമയം 6:29 ചന്ദ്രോദയം മാർച്ച് 21 12:13 മാർച്ച് 22 12 ആണ്. രാഹുകാലം 10:59 മുതൽ 12:29 വരെയും യമകണ്ഠകാലം 3:29 മുതൽ 4:59 വരെയും ഗുളികകാലം 7:59 മുതൽ 9:29 വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:05 മുതൽ 12:53 വരെയും അമൃതകാലം 4:08 മുതൽ 5:53 വരെയും ബ്രഹ്മമുഹൂർത്തം 4:52 മുതൽ 5:40 വരെയുമാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി വൃശ്ചികവും 1:45 വരെ വൃശ്ചികവും അതിനുശേഷം ധനുവുമാണ്. മാർച്ച് 22 കൊല്ലവർഷം 1200 മീനം 8. തിഥി കൃഷ്ണപക്ഷ അഷ്ടമിയാണ് വരുന്നത്. മാർച്ച് 22 4:24 മുതൽ മാർച്ച് 23 5:23 വരെ അഷ്ടമിയാണ്. നക്ഷത്രം മൂലമാണ് വരുന്നത്. മാർച്ച് 22 1:45 മുതൽ മാർച്ച് 23 3:23 വരെ മൂലം നക്ഷത്രം ആണ്. ശനിയാഴ്ചയാണ്. സൂര്യോദയം 6:28 സൂര്യാസ്തമയം 6:29 ആണ്. ചന്ദ്രോദയം മാർച്ച് 22 12:13 ചന്ദ്ര അസ്തമയം മാർച്ച് 22 12 ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 9:28 മുതൽ 10:58 വരെയും യമകണ്ഠകാലം 1:59 മുതൽ 3:29 വരെയും ഗുളികകാലം 6:28 മുതൽ 7:58 വരെയും ആണ്.
ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:05 PM മുതൽ 12:53 PM വരെയും, അമൃതകാലം 8:37 PM മുതൽ 10:20 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:51 AM മുതൽ 5:39 AM വരെയുമാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി ധനുവും ആണ്. മാർച്ച് 23, കൊല്ലവർഷം 1200, മീനം 9, തിഥി കൃഷ്ണപക്ഷ നവമിയാണ്. മാർച്ച് 23 5:23 AM മുതൽ മാർച്ച് 24 5:38 AM വരെ കൃഷ്ണപക്ഷ നവമിയാണ്. നക്ഷത്രം പൂരാടമാണ് വരുന്നത്. മാർച്ച് 23 3:23 AM മുതൽ മാർച്ച് 24 4:18 AM വരെയും പൂരാടം ആണ്. ഞായറാഴ്ചയാണ്. സൂര്യോദയം 6:28 AM-നും സൂര്യാസ്തമയം 6:29 PM-നുമാണ്. ചന്ദ്രോദയം മാർച്ച് 23 1:07 AM-നും ചന്ദ്ര അസ്തമയം മാർച്ച് 23 12:56 PM-നും ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 4:59 PM മുതൽ 6:29 PM വരെയും, യമകണ്ഠകാലം 12:28 PM മുതൽ 1:58 PM വരെയും, ഗുളികകാലം 3:28 PM മുതൽ 4:59 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:04 PM മുതൽ 12:52 PM വരെയും, അമൃതകാലം 11:18 PM മുതൽ 12:58 AM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:51 AM മുതൽ 5:39 AM വരെയും ആണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി ധനുവും ആണ്. മാർച്ച് 17 തിങ്കളാഴ്ച മുതൽ മാർച്ച് 23 ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറഞ്ഞത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.